കഴിഞ്ഞ ദിവസമാണ് ദുബായ് എയർ ഷോയിൽ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള തേജസ് വിമാനം ക്രാഷായത്. തേജസ് വിമാനം ഇത് രണ്ടാമത്തെ തവണയാണ് ക്രാഷ് ആകുന്നത്. നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു വിമാനമാണ് തേജസ് വിമാനം, യുദ്ധവിമാനമാണ് തേജസ് വിമാനം. 2001 ഇതിൻ്റെ ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടക്കുന്നു. അതിനുശേഷം ഇത് 2024 രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ വെച്ച് ആദ്യം ക്രാഷാകുന്നു. അതുവരെ അത് ക്രാഷായിട്ടില്ല. പിന്നെ ക്രാഷാകുന്നത് ഇപ്പോഴാണ്. എന്തായാലും ഇത് ക്രാഷായപ്പോൾ ദുരൂഹതയും ഇതിൻ്റെ ചുറ്റും ഉണ്ട് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം ഈ വിമാനം എങ്ങനെ ക്രാഷായി? കാരണം ഈ വിമാനം ക്രാഷാകുന്നതിന് മുമ്പ് പൈലറ്റ് എന്തുകൊണ്ട് ഇജക്റ്റ് ചെയ്തില്ല? അതായത് പൈലറ്റ് എന്തുകൊണ്ട് പുറത്തു ചാടിയില്ല? ഇതൊക്കെ ദുരൂഹമാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്തായാലും ഇപ്പോഴിതാ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്രാഷ് സാഹചര്യങ്ങളും എൻജിൻ പ്രവർത്തനക്ഷമതയിലും എന്തെങ്കിലും, അതായത് വിദഗ്ധർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴ്ന്ന ഉയരത്തിൽ ഒരു വ്യോമാഭ്യാസ പ്രദർശനത്തിനിടെ ജെറ്റ് തകർന്നു വീണു. ഇത് വീണ്ടെടുക്കലിൻ്റെ സാധ്യതയെ കാര്യമായി പരിമിതപ്പെടുത്തി. പൊതുരേഖകൾ പ്രകാരം ഇന്ത്യൻ വ്യോമസേന ഒരു കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എജക്ഷൻ സീറ്റ് സജീവമാക്കിയോ അതോ പൈലറ്റ് എജക്ഷൻ ചെയ്യാൻ ശ്രമിച്ചോ എന്ന് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും പൈലറ്റ് വിംഗ് കമാൻഡർ നമാൻ സിയാൽ എന്ന് തിരിച്ചറിഞ്ഞു. തേജസ്സിൽ ഉയർന്ന ഇജക്ഷനുകൾക്ക് സാക്ഷ്യപ്പെടുത്തിയ എജക്ഷൻ സീറ്റ് സജ്ജീകരിച്ചിരിക്കുന്നു. എന്നിരുന്നാലും എജക്ഷൻ വിജയം ഘടകങ്ങളുടെ സംയോജനത്തെ കൂടെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഉയരം, മനോഭാവം, വായുവേഗത, വിമാന സമഗ്രത, പൈലറ്റിൻ്റെ പ്രതികരണ സമയം, ഇതെല്ലാം ഇജക്ഷൻ സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. പ്രകടന വിമാനങ്ങളിൽ പലപ്പോഴും കാഴ്ചക്കാരെ ആകർഷിക്കുന്നതിനായി താഴ്ന്ന ഉയരത്തിൽ വേഗതയുള്ള റോളുകൾ, കയറ്റങ്ങൾ, ഇറക്കങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. താഴ്ന്ന ഉയരത്തിൽ ഒരു ഇജക്ഷൻ പ്രവർത്തനക്ഷമമാക്കിയാലും പാരച്യൂട്ട് വിന്യസിക്കാനും പൈലറ്റിന് സുരക്ഷിതമായി വേഗത കുറയ്ക്കാനും ലഭ്യമായ സമയവും സ്ഥലവും അപര്യാപ്തമായേക്കാം. ഇത് അത്തരം സാഹചര്യങ്ങളിൽ എജക്ഷൻ സിസ്റ്റം പ്രവർത്തനക്ഷമമല്ലാതാക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും പെട്ടെന്നുള്ള ഘടനാപരമായിട്ടുള്ള തകരാർ, അതിപ്പോൾ എൻജിൻ തകരാറാവാം, അല്ലെങ്കിൽ നിയന്ത്രണ സംവിധാനത്തിലെ തകരാറുകളാകാം, എന്നിവ പൈലറ്റിനെ എജക്ഷൻ സീക്വൻസ് ആരംഭിക്കുന്നതിനോ പൂർത്തിയാക്കുന്നതിൽ നിന്നോ തടസ്സപ്പെടുത്തിയേക്കാം എന്നും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളുണ്ട്. വിമാനത്തിൻ്റെ മനോഭാവം വേഗത്തിൽ മാറുകയാണെങ്കിൽ, ഉദാഹരണത്തിന് തലകീഴായി അല്ലെങ്കിൽ അതിൻ്റെ മൂക്ക് താഴേക്കായി ഡ്രൈവ് ചെയ്യുന്ന സംഭവമാണ് ഈ വിമാനത്തിൻ്റെ നെഗറ്റീവ് ജി. അതിനുശേഷം അത് ഗ്രാവിറ്റിയെ ഭേദിച്ച് മുകളിലേക്ക് എടുത്തുകൊണ്ട് പോകുക. അതാണ് നെഗറ്റീവ് ജി എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് ജി ഒരു യുദ്ധ വിമാന പൈലറ്റിന് വളരെയധികം പാടുള്ളൊരു സംഭവമാണ്. കാരണം ഇത് കോൺഷ്യസ്നെസ്, അതായത് ബോധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ തലയിൽ ബ്ലഡ് പൂൾ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു പൈലറ്റിന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടെ പരിശോധിക്കേണ്ടത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ ഈ ഡിഫൻസ് വിദഗ്ധർ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.